മാറ്റാൻ വേണ്ടി ബിഗ് ബോസിനകത്ത് രണ്ടാമത്തെ എൻട്രി നടത്തിയൊക്കെയാണ് നമ്മുടെ ശൈത്യ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് പവനായി വീണ്ടും ശവമായി എന്നുള്ള ഒരു അവസ്ഥയാണ്. എപ്പിസോഡ് മൊത്തം കണ്ടിട്ടും അനു എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ശൈത്യക്ക് മനസ്സിലായില്ലേ? അതായത് ഉത്തമ, നിങ്ങളും കണ്ടതാണ് ഞങ്ങളും കണ്ടതാണ് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. അപ്പൊ ശൈത്യ, നിങ്ങൾ എന്താണ് അവിടെ കാണിക്കുന്നത്? നിങ്ങൾ മെഴുകുക, നിങ്ങൾ അതിനകത്ത് കയറി മെഴുകുവാണ്. നിങ്ങളുടെ ആ ഒരു കട്ടപ്പ എന്നുള്ള ഒരു പേര് വീഴാൻ കാരണം നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ അവിടെ ചെയ്തുകൊണ്ടാണ്. ഞങ്ങളും അത് കണ്ടതാണ് നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്ന്. പിന്നെ കുറെ പേര് ആളുകളെ കൂട്ടി മറ്റേ സംഘം ആക്രമിക്കാൻ ചെല്ലുന്ന പോലെ ബിഗ് ബോസിനകത്ത് കയറി ചെന്നിട്ട് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ ശബ്ദം റേസ് ചെയ്ത് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്തത് എന്താണ്, നിങ്ങൾ പറഞ്ഞത് എന്താന്നൊക്കെ ഞങ്ങൾ കണ്ടതാ. അപ്പം അവിടെ പോയി അനുവിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നത് അത്ര നല്ലതല്ല. എനിക്ക് മനസ്സിലാവാത്തത് രഞ്ജിത്തിന് എന്തോ പറ്റിയെന്നുള്ളതാ. പുള്ളി ആദ്യം വന്ന് ടാസ്ക് എന്ന് പറഞ്ഞ സാരി ഉടുക്കുന്നു, പിന്നെ നോക്കി ജയിലിന്റെ ഡ്രസ് ഇട്ടൊന്ന് നടക്കുന്നു. സംതിങ് റോങ്. പുള്ളിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. RJ ബിൻസി നമ്മുടെ ശൈത്യം എടുത്തിരിക്കുമ്പോ ഒരു ബിൻസി, അനുഭവം എടുത്തിരിക്കുമ്പോൾ വേറെ ബിൻസി, അപ്പാനെ എടുത്തിരിക്കുമ്പോൾ വേറൊരു ബിൻസി. ശരിക്കും ബിൻസി ഏതാ കൂട്ടാ? ഉച്ച കൂട്ടുകാരികളായിട്ടുള്ള പട്ടാ ഗേൾസ് എവിടെ ഇപ്പോൾ? എവിടെ അനു? എവിടെ ആദില? എവിടെ നൂറ? എവിടെ? സത്യം പറഞ്ഞാൽ ആദിലേക്ക് നൂറായിട്ടുമാണ് ശൈത്യ നീ കട്ടപ്പ എന്നുള്ള പേരിടുന്നത്. നീ അത് കൊടുത്തിട്ട് വേണം ബിഗ് ബോസിനകത്തുനിന്ന് ഇറങ്ങാൻ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്കിതല്ല. അനുവിനോട് എന്തിനാണ് ഷാനവാസിന് ഇത്രയും കലിപ്പ്? ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അനു ഷാനവാസിനെ ഒന്നും അങ്ങനെ അറ്റാക്ക് ചെയ്യാനോ പറയാനോ ചെന്നിട്ടില്ല. പിന്നെ പറയേണ്ട കാര്യങ്ങൾ ചിലതൊക്കെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ആദിലയും നൂറയും ഈ ഓന്ത് നിറം മാറുന്ന പോലെ ഇടയ്ക്ക് നിറം മാറി ഈ ഷാനവാസിനെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ എപ്പിസോഡിലും അവർ വന്നപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാം വന്നപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കണ്ടു ഷാനവാസ് അങ്ങനെയാണെന്നുള്ള രീതിയിൽ. അപ്പോ ഷാനവാസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അനുവാണോ ഇവരാണോ റൈറ്റ് എന്നുള്ളത്. അതെന്തായാലും പുള്ളി എപ്പിസോഡ് കാണാൻ മനസ്സിലാക്കും.